നമസ്കാരം. BBC വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് വാസ്തു ശാസ്ത്രം സംബന്ധിച്ച ഏറെ കാര്യങ്ങൾ അറിയാവുന്ന ശ്രീ പീതാംബരൻ മഴുവന്നൂരാണ്. പീതാംബരൻ ചേട്ടന് വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വാസ്തു സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് പീതാംബരൻ ചേട്ടൻ്റെ ബാല്യവും വിദ്യാഭ്യാസവും ജോലി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ പഞ്ചായത്തിൽ ആണ് താമസിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം മഴുവന്നൂർ LP സ്കൂളിലും വളയഞ്ചേർക്കര ഹൈസ്കൂളിലും ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ്, സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് എന്നിവയിലും ആയിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷിയും അതിനുശേഷം നാഗാർജുന ഹെർബൽ കോൺസെൻട്രേറ്റ്സ് ലിമിറ്റഡ് ആലക്കോടുള്ള സ്ഥാപനത്തിൽ ദീർഘകാലം ജോലി ചെയ്യുകയുണ്ടായി. അക്കാലത്ത് ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം മുതലായ ശാസ്ത്രങ്ങൾ പല ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിക്കുകയും അതിനുശേഷം വാസ്തു അക്കാദമി, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം എന്നിവയിൽ പഠിക്കുകയും ഏതാണ്ട് 25 വർഷത്തോളം ധാരാളം വീടുകൾക്ക് സ്ഥാനം കാണാനും അതുപോലെ 1000-ൽ പരം കിണറുകൾക്ക് സ്ഥാനം കാണാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സത്യസന്ധമായും ഈശ്വരാനുഗ്രഹം കൊണ്ട് അവയ്ക്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ന്യൂജൻ തലമുറയ്ക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചൊന്ന് പറയാം. വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അഥർവ വേദത്തിൻ്റെ ഒരു ഉപവേദമാണ് വാസ്തുശാസ്ത്രം. ഇത് പഴയ കാലത്ത് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ചു വന്നിരുന്ന ഒരു മേഖലയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൂതലക്ഷണം, ഭൂഗർഭശാസ്ത്രം, കൂപശാസ്ത്രം, ജ്യോതിശാസ്ത്രം മുതലായ മേഖലകളിൽ ഒരു സാമാന്യം അറിവ് ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ കേവലം പുസ്തകം വായിച്ച് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. അനുഭവജ്ഞാനമുള്ള ഗുരുക്കളുടെ കീഴിൽ പഠിച്ച് ഓരോ ഭൂമിയുടെ മേഖലകളും കണ്ടെത്തി ഓരോ സ്ഥലത്തും ഉള്ള പ്രത്യേകതകൾ കണ്ട് കേട്ട് മനസ്സിലാക്കി വേണം സ്ഥാനനിർണയം നടത്തുവാൻ എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. നമ്മൾ ഈ വാസ്തു നോക്കാതെ അല്ലെങ്കിൽ നോക്കി വീടുകൾ വെച്ചിട്ടും പലർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവന്നു, വീണ്ടും അടുത്ത ആളെ നോക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അതേക്കുറിച്ച് എന്ന് പറയാമോ? സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയങ്ങളാണ് ഇതിന്. അങ്ങനെ ഒരു ധാരണ സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാം. അതിൻ്റെ പ്രധാന കാരണം നമ്മളൊരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭവനം നിർമ്മിക്കുക എന്നത്. അതിന് ആദ്യമായിട്ട് അനുഭവ പാരമ്പര്യവും അതുപോലെ സത്യസന്ധതയുമുള്ള ആചാര്യന്മാരെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം സ്ഥാനനിർണയം നടത്തുകയും വാസ്തുശാസ്ത്ര നിയമങ്ങൾക്കനുസൃതമായി കെട്ടിടത്തിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുകയും ചെയ്തതിന് ശേഷം അത് ഒരു ഉത്തമനായ ഒരു ശില്പിയെ ഏൽപ്പിച്ച് പണി ചെയ്താൽ അതിൽ കാര്യമായ പാകപ്പിഴകൾ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഭാവി ഐശ്വര്യവും സമാധാനപൂർണവും ആയിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതല്ലാതെ നമ്മൾ നവാഗതരായ പല ശാസ്ത്രകാരന്മാരെയും വിളിച്ച് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ഗ്രഹം ക്ഷമിക്കുമ്പോൾ അതിൽ പല രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. അതാണ് ഇത്തരം ഒരു ആശയക്കുഴപ്പത്തിന് ഇടവരുന്നത്.
അപ്പം ഒരു ഗ്രഹം നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങളുണ്ടാവും. ഗ്രഹം നിർമ്മിക്കുമ്പോൾ പാകപ്പിഴകൾ വളരെ തുലാം കുറവായിരിക്കും. നല്ല ശാസ്ത്ര ബോധത്തോടു കൂടി പണിത കെട്ടിടത്തിൽ പാകപ്പിഴകൾ വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് ചില ഉപാധികളുണ്ട്. അവ പൊളിക്കാതെ പരിഹരിക്കുന്നതിന് സാധാരണയായിട്ട് നമ്മൾ പഞ്ചസരസ് പൂജിച്ച് കട്ടിലയുടെ വലത് വശത്ത് സ്ഥാപിക്കുക മുതലായ ചില സൂത്രവിദ്യകൾ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. അത് നമ്മൾ നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാസ്തുവൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പം ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലത്തോടെ ഇതിനെ നമുക്ക് വാസ്തുശാസ്ത്രം ഉണ്ടെന്ന് പറയാനുള്ള സാഹചര്യങ്ങളെന്ന് പറയാം. വാസ്തുശാസ്ത്രം എന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല. ഭൂമിയുടെ അടിത്തട്ടിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ മേഖലകളുണ്ട്. ആ ഊർജ മേഖലകളെ നമ്മൾ കണ്ടെത്തിയിട്ട്, അതായത് കാറ്റിൻ്റെ ഗതി, ഭൂമിയുടെ ചരിവ്, അതുപോലെ ദിശ, ഇവ കണക്കാക്കി നമുക്ക് അനുകൂലമായ രീതിയിലുള്ള ഭവനം ചമയ്ക്കുക എന്നുള്ളത് മോഡേൺ സയൻസ് വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ മറ്റുള്ള ഗൂഢലക്ഷ്യങ്ങളൊന്നും അതിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഈ പറഞ്ഞ സ്ഥലപരിമിതി മൂലവും വീടുകൾ അടുത്തടുത്ത്, നേരത്തെ ഒന്നുകിൽ ഒരു 1/2 ഏക്കർ സ്ഥലത്തോ 1 ഏക്കർ സ്ഥലത്തോ ഉള്ള ഒരു വീട് നിർമ്മിക്കുന്നത്, ഇപ്പം 5 സെൻറ്റ് 3 സെൻറ്റ് 10 സെൻറ്റ് ആ രീതിയിൽ അടുത്തടുത്ത് വീടുകൾ വരുമ്പോൾ ഈ വാസ്തു നിർണ്ണയിക്കൽ ബുദ്ധിമുട്ടാവില്ലേ? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അപ്പോൾ പഴയ കാലത്ത് ധാരാളം ഭൂമി ഉള്ളപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ഭൂമി തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് അണുകുടുംബ വ്യവസ്ഥയൊക്കെ വന്നപ്പോൾ ഭൂമിയുടെ ഘടനയ്ക്ക് വ്യത്യാസം വന്നു. അതുപോലെ വലിപ്പം കുറയുക സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ പ്ലോട്ടിലായാലും വലിയ പ്ലോട്ടിലായാലും അതിൽ ഉതകുന്ന രീതിയിലുള്ള പ്ലാനുകൾ തയ്യാറാക്കി ദിശയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നിർമ്മിക്കുക എന്നതാണ് അതിനുള്ള ഒരു ഉത്തമ മാർഗം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഭാവി സുരക്ഷിതമാകും. ഇപ്പോൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ അവരിയ്ക്കുന്ന സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മാസ്റ്റർ ഭാഗത്തിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നത്. അതേക്കുറിച്ചൊന്ന് പറയാമോ, വ്യാപാരികൾക്കും കൂടെ ഒരു അറിവ് കിട്ടാൻ വേണ്ടി? വ്യാപാര സ്ഥാപനങ്ങളിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ദിശയ്ക്ക് അനുസൃതമാണെങ്കിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആ സ്ഥാപനത്തിൽ ഉണ്ടാകും. ഇനി ചെറിയ രീതിയിൽ 10-12 ഡിഗ്രി വരെയൊക്കെ സാധാരണ ഇതിൽ തിരിക്കാറുണ്ട്. അതിനും കുഴപ്പമില്ല. 15 ഡിഗ്രി കൂടുതൽ തിരിച്ചുള്ള കെട്ടിടങ്ങൾ വിധിക്കാവും. അവിടെ ഐശ്വര്യം കുറയും. അപ്പോൾ ഏറെക്കുറെ വാസ്തു നിയമങ്ങൾ പാലിച്ച് പണിയുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ അതിൻ്റെ കവാടങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ദിശയിലേക്ക് വയ്ക്കുന്നത് വളരെയധികം പ്രയോജനകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇരിപ്പിടം, ക്യാഷ് സ്വീകരിക്കുന്ന ഭാഗം കന്നിമൂലയിലോ മീനമൂലയിലോ സ്ഥാപിക്കുന്നത് ഉത്തമമാണ്. ഈ നമ്മുടെ സ്ഥാപനങ്ങൾ പലപ്പോഴും വാടക കെട്ടിടങ്ങളാണ്. ഒരാൾ കെട്ടിടം പണിയുന്നു, അത് സ്ഥാപനം തുടങ്ങാനുള്ള ആൾ ഇത് വാടകയ്ക്ക് എടുക്കുന്നു. അപ്പം ഈ പറയുന്ന വാസ്തു സംബന്ധിച്ച കാര്യങ്ങളിലായിരിക്കില്ല കെട്ടിടം പലപ്പോഴും പണിതാക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും അനുകൂലമായ ഒരു ഊർജമുള്ള കെട്ടിടമാണെങ്കിൽ മാത്രമേ നമ്മുടെ വ്യാപാരം അനുദിനം പുരോഗമിക്കുകയുള്ളൂ. അല്ലാത്ത കെട്ടിടങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ പണിതിട്ടുള്ള കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ അവിടെ കാര്യമായ പാകപ്പിഴകളൊന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ചില പരിഹാര മാർഗങ്ങളും ശാസ്ത്രം പറയുന്നുണ്ട്. ഈ വാസ്തു സംബന്ധിച്ച ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ കേട്ടിട്ടുള്ളത്, ഒരാൾ വന്ന് ഒരു വീടിന് സ്ഥാനം കാണുന്നു. അപ്പോൾ ആ സ്ഥാനം കണ്ട ആളും ഗ്രഹനാഥനും തമ്മിൽ ചില ഭിന്നതകൾ ഉണ്ടാകുന്നു. അപ്പം ഈ വീടിന് ദോഷം വന്ന രീതിയിൽ ചില പണികൾ ചെയ്തിട്ട് പോയി എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. അങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള അനുഭവങ്ങൾ
പഴയ കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെയധികം കുറവാണ്. അതിൽ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായ കാര്യങ്ങളില്ല. അതിനാണ് നമ്മൾ ഏറെക്കുറെ സത്യസന്ധതയും ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു നിർമ്മാണ തൊഴിലാളിയെ നമ്മൾ കണ്ടെത്തണം എന്ന് ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ ഉദാഹരണം അത് തന്നെയാണ്. ഇപ്പൊ പണ്ട് നമ്മുടെ കെട്ടിട നിർമ്മാണ രംഗത്ത് ഓരോ ജോലികൾക്കും ഓരോ പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി ഇന്ന് അതിഥി തൊഴിലാളികളാണ് നമ്മുടെ ജോലിക്കാരിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് പാരമ്പര്യ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കെട്ടിട നിർമ്മാണം മൊത്തം കൈകാര്യം ചെയ്തിരുന്നത്. ഇന്ന് അവരൊക്കെ പഠിച്ച് നല്ല നിലവാരത്തിൽ വരികയും അവരൊക്കെ ഈ തൊഴിൽ മേഖല വിട്ട് പുതിയ പന്ഥാവിലേക്ക് നീങ്ങിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് അതിഥി തൊഴിലാളികളാണ് ഈ മേഖല അധികം കൈയാളുന്നത്. അതുകൊണ്ട് പല രീതിയിലുള്ള മൂല്യച്യുതി നമ്മുടെ നിർമ്മാണ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ വാസ്തു സംബന്ധിച്ച് പിതാമഹൻ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതിലൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വാസഗ്രഹത്തിൻ്റെ മേന്മ അതിലെ വായു സഞ്ചാരവും മിത ശീതോഷ്മ അവസ്ഥയും അവയെ നിലനിർത്തുന്ന നിർമ്മാണ രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു. അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഒരു ഗ്രഹം നിർമ്മാണത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ വായു സഞ്ചാരം അതിലൊരു പ്രധാന ഘടകമാണ്. അതായത് ഗ്രഹത്തിൻ്റെ മധ്യഭാഗം അടഞ്ഞിടയ്ക്കാതെ വായു യഥേഷ്ടം സഞ്ചരിക്കുന്ന രീതിയിൽ വേണം ആ നിർമ്മാണത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ. പഴയ കാലത്ത് ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്ന ഒരു ഘടകം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ കർണസൂത്രം. അപ്പോൾ ഇന്ന് കർണസൂത്രത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് നിർമ്മിക്കുന്നില്ലെങ്കിൽ പോലും ഗ്രഹമധ്യസൂത്രം അടയാതെ യഥേഷ്ടം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വായു സഞ്ചരിക്കുന്ന രീതിയിൽ ഗ്രഹം ചമച്ചാൽ ആ വീട്ടിൽ എപ്പോഴും സമശീതോഷ്ണാവസ്ഥ സംജാതമാകും എന്നാണ് അനുഭവം തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നാലുകെട്ടിലെല്ലാം ഗ്രഹമധ്യഭാഗം ഒഴിച്ച് മാറ്റിയിടുകയും അവിടെ നടുമുറ്റം പോലുള്ള സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വളരെയധികം പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു കാതലായ ഭാഗമാണ്. അങ്ങനെയുള്ള ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ പ്രത്യേകമായ ഒരു സമശീതോഷ്ണ അവസ്ഥ സംജാതമാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നഭവനത്തിൽ ശാന്തിയും സമാധാനവും വന്ന് ഐശ്വര്യപൂർണ്ണമാക്കാൻ ഗ്രഹനാഥൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജഡന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേക്കുറിച്ച് പറയാം. നമ്മളൊരു ഭവനത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ അധികം കാണാത്ത ഒരു കാര്യമാണ് രാവിലെ തന്നെ ഉണരുക, നേരത്തെ തന്നെ ഉറങ്ങാൻ കിടക്കുക. രാവിലെ ഉണർന്നതിന് ശേഷം നമ്മൾ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം നമ്മൾ അതായത് പ്രധാനമായിട്ടും രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഭവനങ്ങളിൽ 2 നേരവും ഈശ്വരനാമം ജപിക്കുക എന്നുള്ളത്. അതുപോലെ സഭ്യമായ ഭാഷകളും സംസാരങ്ങളും ആ വീട്ടിൽ ഉണ്ടാകുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഭവനത്തിൽ വരുന്ന ആളുകളെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കുകയും അത് ചില വേളകളിൽ നമ്മുടെ വീട്ടിൽ അഭയമായിട്ട് വരുന്ന ആളുകളെ നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഭദ്രത അനുസരിച്ച് അവർക്ക് വേണ്ട സഹായ ധനങ്ങൾ നൽകി അവരെ സന്തോഷപൂർവ്വം തിരിച്ചയക്കാനും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ശ്രേയസ് ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ വലിയ ആഡംബര സൗധങ്ങൾ പണിത്
കടക്കെണിയിലാവുന്നു. അതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാസ്തു ശാസ്ത്രകാരൻ എന്ന രീതിയിൽ ഒന്നും പറയാമോ? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമായി കാണുന്ന ഒരു പ്രവണതയാണ് അനുകരണശീലം. അതായത് മറ്റുള്ള അയൽപക്കത്ത് പണിത വീടിനേക്കാൾ ഒരു പടിയോടെ മുന്നിലായിരിക്കണം നമ്മുടെ ഭവനം എന്നുള്ളൊരു ചിന്താഗതി വെച്ച് നമ്മുടെ സാമ്പത്തികത്തിൽ ഉതകുന്ന രീതിയിലുള്ള ഭവനങ്ങളല്ല അധികവും നമ്മൾ പണിയുന്നത്. ഇതുമൂലം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് വന്നു ചേരുകയും അത് ഭാവിയിൽ കൂടുതൽ ഭാവി അപകടകരമായ രീതിയിലേക്ക് നീങ്ങുകയും സാമ്പത്തിക കെണിയിൽപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായ ധാരാളം അനുഭവങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. അവർ പിന്നീട് ഒന്നുകിൽ ആ ഭവനം വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവിടെ പല രീതിയിലുള്ള ആത്മഹത്യ പോലുള്ള പ്രവണതകളോ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണാറുണ്ട്. ഇതിനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസരിച്ചുള്ള ഭവനങ്ങൾ മാത്രമേ നമ്മൾ നിർമ്മിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ശാസ്ത്രം എടുത്തു പറയുന്നുണ്ട്. ഈ അനർത്ഥങ്ങൾ വരുമ്പോൾ ആളുകൾ പറയും ആ വീടിന്റെ കുഴപ്പമാണെന്ന്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അനർത്ഥങ്ങൾ വരുന്നതിന് ഒരു പ്രധാനമായിട്ടും നമ്മൾ താമസിക്കുന്ന ആ മേഖല നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഊർജമുള്ള മേഖലകൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ സാമ്പത്തിക നിലപാടും കാര്യങ്ങളും അനുസരിച്ച് മാത്രമേ പാടുള്ളൂ. അതിന് വിപരീതമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്കിടെ ഭവനത്തിൽ ശാന്തിയും സമാധാനം കുറയുകയും അത് പല രീതിയിലുള്ള അശുഭങ്ങൾക്കും ഇട നൽകുന്നതാണ്. ഇനി നമുക്ക് ഈ സർപ്പക്കാവുകൾ, അത് കുറേ ആളുകൾക്ക് അതേക്കുറിച്ച് അറിയാം. സർപ്പാരാധന, അതുപോലെ സർപ്പക്കാവ്, അതേക്കുറിച്ചൊന്ന് വിവരിക്കാം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ തറവാടുകളിൽ സർപ്പക്കാവുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ആഢ്യത്വത്തിൻ്റെ ലക്ഷണമായിട്ടും കരുതിയിരുന്നു. പിന്നീട് അത് അണുകുടുംബ വ്യവസ്ഥിതി വന്നപ്പോൾ അവ പഴയ പോലെ തന്നെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. സാധാരണയായി ഈശാനകോൺ വടക്ക് കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാട്ട് ദർശനമായും നിരീതി കോണിൽ അതായത് കന്നിമൂല ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിട്ടോ ആണ് സർപ്പക്കാവുകൾ കാണാറുള്ളത്. സർപ്പക്കാവുകൾ നമ്മുടെ പ്രകൃതി സംരക്ഷക ചാലകങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ധാരാളം സസ്യലതാദികളും ജന്തു, അതുപോലെ ചിത്രശലഭങ്ങൾ, പല രീതിയിലുള്ള ഭൂമിക്കടിയിലുള്ള കീടങ്ങൾ എന്നിവയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയാണ് ഉള്ളത്. ഇത് ചില വിദേശ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠന വിഷയമാക്കിയപ്പോൾ ഇത്തരം കാവുകൾ നമ്മുടെ പ്രകൃതി സംരക്ഷക ചാലകങ്ങളാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ എത്തുകയും അവിടെയൊക്കെ പോസിറ്റീവ് എനർജി ധാരാളം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ടുകൾ നൽകിയതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇപ്പോൾ കാവുകൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്യമം പൊതുവെ നമ്മുടെ സമൂഹം അംഗീകരിച്ച് വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാഗത്തറ, നാഗ ആരാധന, അതേക്കുറിച്ചൊന്ന് പറയാം. നാഗത്തറയും നാഗാരാധനയും ഈ സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് നാഗത്തറ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ഊർജത്തിൻ്റെ ഉറവിടമാണ് ഈ നാഗങ്ങൾ എന്ന് പറയുന്നത്. നാഗങ്ങളും സർപ്പങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാഗങ്ങൾക്ക് പ്രത്യേകമായ ചില കഴിവുകൾ നാഗങ്ങൾക്ക് ഉണ്ട്. അതുമാതിരി സർപ്പങ്ങളായിട്ട് വ്യത്യാസമുണ്ട്.
ഇവ സൗമ്യശീലമുള്ളതും നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഊർജം നൽകുകയും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള ഒരു ചാലക വസ്തുവായിട്ടാണ് നാഗങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജീവനുമായിട്ട് അവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ബീജാവസ്ഥയിൽ നമ്മുടെ ഗർഭപാത്രത്തിൽ സഞ്ചരിക്കുന്നത് തന്നെ സർപ്പ ലക്ഷണമായി പോലെ സർപ്പത്തിൻ്റെ രൂപത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലെ പല ഊർജ മേഖലകളും സർപ്പത്തിൻ്റെ ആകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ എംബ്ലം നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് നമ്മൾ സ്വീകരിക്കാൻ ഇടയായിട്ടുള്ളത് എന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഈ പീതാംബരചന്ദ്രൻ എഴുതിയ പുസ്തകത്തിൽ കർമ്മഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ, നീതിക്ക് നിരക്കാത്ത ക്രൂരതകൾ ചെയ്യുന്ന ഭരണാധികാരികൾ, ഇവരൊക്കെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നു. അതേക്കുറിച്ച് അങ്ങനെ എഴുതാണ്ടായ സാഹചര്യം എന്ന് പറയാം. ശാസ്ത്രീയമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യമല്ല എങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കർമ്മഫലം നന്നായിരുന്നാൽ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരം മനസ്സായോഗ പരസ്പരം അനുവർത്തിയൽ എന്ന് പറയും. അതായത് നമ്മൾ സന്തോഷമുള്ള പ്രവർത്തികൾ ചെയ്താൽ സന്തോഷമുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുകയും ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തികൾക്ക് പ്രചോദനം നൽകുന്നു. നല്ല പ്രവർത്തികൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ മനസ്സിന് അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജം ഉണ്ടാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പല രീതിയിലുള്ള അനിഷ്ടങ്ങൾക്കും ഇടവരുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ പല ഉന്നത വ്യക്തികളുടെയും ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ സന്താനങ്ങൾ നല്ല രീതികൾ പഠിക്കുകയും നല്ല ഉന്നതിയിൽ വരികയും ചെയ്തിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ഇതിന് വിപരീതമായിട്ട് അസാന്മാർഗിക പ്രവർത്തികൾ ചെയ്യുന്ന പല വ്യക്തികളുടെയും കുടുംബ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം പാകപ്പിഴകൾ ധാരാളം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ അനുഭവങ്ങൾ ആണ് ഇത്തരം സംഭവങ്ങൾ എഴുതാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ നമ്മളിപ്പോൾ സർക്കാർ സർവീസിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. അപ്പം ഈ സർവീസിലുള്ളപ്പോഴും വിരമിച്ച ശേഷവും പലരും കർമ്മഫലം അനുഭവിക്കുന്നത് പൊതുജനം കാണുന്നുണ്ടെങ്കിലും പുതിയതായി ജോലിയിൽ വരുന്നവരും ഈ കർമ്മഫലത്തെക്കുറിച്ച് ആലോചിക്കാതെ വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് തോന്നാറില്ലേ? പലപ്പോഴും സമൂഹം പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതായത് പ്രതിഫല ഇച്ഛ കൂടാതെ കർമ്മം ചെയ്യുവാനാണ് പറയുന്നത്. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും പ്രതിഫലേച്ഛ കൂടാതെ സത്യസന്ധമായിട്ട് പ്രവൃത്തി ചെയ്യണം എന്നൊരു തോന്നൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടായാൽ അത് വളരെ നല്ല കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മാതാപിതാക്കളിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അപ്പം നമ്മൾ കൊച്ചുകുട്ടിയിലെ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ അസാന്മാർഗിക പ്രവർത്തികൾ ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ നല്ല പ്രവർത്തികൾ ചെയ്ത് സമൂഹത്തിൽ നല്ല പൗരനായിട്ട് വളരണം എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർ വഴിതെറ്റിപ്പോകാതെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ഉത്തമ പൗരനായി വരും എന്നുള്ള കാര്യം തർക്കമറ്റ സംഗതിയാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. പീതാംബരചന്ദ്രൻ്റെ പുസ്തകത്തിലെ മറ്റൊരു വാചകം ഇങ്ങനെയാണ്: നാടിനായി കഷ്ടപ്പെടുന്ന കർഷകൻ്റെയും വിദ്യ പകർന്നു നൽകുന്ന ഗുരുക്കന്മാരുടെയും നല്ല ഭിക്ഷുകരന്മാരുടെയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വർദ്ധിച്ചു വരുമ്പോൾ അഴിമതിക്കാരുടെയും
അധർമ്മ പ്രവൃത്തി ചെയ്യുന്നവരുടെയും ഭാവി ശോഭനം അല്ലാത്തതാകുന്ന കാഴ്ച നമുക്കിടയിൽ നിത്യ സംഭവങ്ങളാണ്. ഇതേക്കുറിച്ചാണ് പിതാമഹേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വേണം ചിന്തിക്കാൻ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. സൽപ്രവർത്തികളും നല്ല രീതിയിലുള്ള ചിന്തയും കൊണ്ട് നമ്മുടെ ഭാവി ഭാസുരമാകും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഞാൻ ഏതാണ്ട് 25 വർഷക്കാലം ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്ത് വന്ന വ്യക്തിയാണ്. ഇന്നൊരു നാഴിക വരെ ഒരു മനുഷ്യനും വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവൃത്തിയും ഞാൻ അറിഞ്ഞ് ചെയ്യാറില്ല. പ്രതിഫലേച്ഛ കൂടാതെ സത്യസന്ധമായി നമ്മുടെ ശാസ്ത്രരംഗം കൈകാര്യം ചെയ്താൽ ഈശ്വരൻ നമുക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. മറിച്ച് ചെയ്ത അനവധി ആളുകളുടെ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഈ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ജലാശയങ്ങൾ, നെൽവയലുകൾ, അതുപോലെ വലിയ പാറ കൂട്ടങ്ങൾ എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ജലാശയങ്ങൾ നികത്തി വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ നിർമ്മിച്ചതിന് ശേഷം അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഐശ്വര്യമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ സമീപിക്കാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ജലാശയങ്ങൾ നികത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ കുഴപ്പങ്ങൾ എന്താണെന്ന് പറയാം. ജലാശയങ്ങൾ നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഒരു കാരണവശാലും പ്രകൃതിക്ക് വിഘാതം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ ഇവിടുത്തെയുള്ള സസ്യലതാദികളും അതുപോലെ നമ്മുടെ ജീവനാവശ്യമുള്ള വായുവും ജലവും ഒന്നും വിഷമയമാക്കാതെ നമ്മൾ അനുഭവിച്ച് അനന്തര തലമുറയ്ക്ക് അവ യഥേഷ്ടം കൈമാറണം എന്നാണ് നമ്മുടെ വേദങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ജലാശയങ്ങൾ, വായു, അതുമാതിരി നമ്മുടെ പ്രകൃതി സമ്പത്തുകൾ എന്നിവയ്ക്ക് ഒന്നും ഓട്ടം വരുത്തി നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല. ജലത്തെ വളരെ പരിപാവനമായി നമ്മൾ സംരക്ഷിക്കണം. ജലാശയങ്ങൾ പഴയ കാലത്ത് നമ്മൾ വളരെയധികം ഭംഗിയായ രീതിയിൽ സംരക്ഷിച്ചു വന്നിരുന്നു. അതിൻ്റേതായ ഗുണവും നമ്മുടെ നാടിന് ലഭിച്ചിരുന്നു. ഇന്ന് അവയെല്ലാം കാടും പടലവും കീറി പാഴ്വസ്തുക്കൾ കൊണ്ട് നിറച്ച് അവയെല്ലാം മൂടിക്കളയുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ജലസമ്പത്ത് ഒരു അമൂല്യ സ്രോതസ്സാണ് എന്നും കണക്കാക്കി അവയെ നമ്മൾ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മുടെ ഭാവി അപകടത്തിലാവും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഒരു പുതിയ നവാഗതരായ ധനമോഹികളാണ് ഇത്തരം നാശനഷ്ടങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് വരുത്തി വയ്ക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഭരണാധികാരികൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഭാവി സുരക്ഷിതമാകാൻ സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജലാശയങ്ങൾ നികത്തുമ്പോൾ അതിലേക്ക് ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ, അതുപോലെ പഴയ ഉപയോഗശൂന്യമായ വസ്തുക്കൾ, ചിലപ്പം ഈ പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ഉപാധികളൊക്കെ ഈ മണ്ണിനടിയിൽ പോവുകയും അവിടെ നിന്ന് പിന്നീട് നെഗറ്റീവ് എനർജി വരികയും ചെയ്യുന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. സാധാരണയായിട്ട് ഈ ജലാശയങ്ങളിൽ ആണ് നമ്മുടെ പാഴ്വസ്തുക്കൾ അധികവും നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അത് ഉപയോഗശൂന്യമായ ബാറ്ററികൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ, അതുമാതിരി നമ്മൾ ചില മാലയിലും അതുമാതിരി ആഭരണങ്ങളൊക്കെ തൂക്കിയിടുന്ന ഏലസുകൾ, ഇവയൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കുറെ കഴിയുമ്പോൾ അത് അതിൻ്റെ ഊർജം നഷ്ടപ്പെടാതെ കിടക്കും. അപ്പോൾ ഇത്തരം വസ്തുക്കൾ നമ്മൾ ജലാശയങ്ങളിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ ആ ജലാശയം മൂടിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന വസ്തുക്കൾ അവ കോട്ടം കൂടാതെ ജലാശയത്തിൽ കിടക്കുകയും അത് നികത്തി അവിടെ ഭവനങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെയുള്ള പുതിയ നിർമ്മിതികൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ എക്കാലത്തും അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മളെയും നമ്മുടെ സ്ഥാപനത്തെയും ബാധിക്കും എന്നുള്ള ഒരു വസ്തുതയാണ്. അതിനുള്ള
ഒരു പരിഹാരം എന്ന് പറഞ്ഞ് ജലാശയം നികത്തി ഒരിക്കലും പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഈ വാസ്തു അതുപോലെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പീതാംബരൻ ചേട്ടൻ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് പറയാമോ? ഏതൊക്കെ കാര്യങ്ങളിൽ ആളുകൾക്ക് സമീപിക്കാം? ഞാൻ വാസ്തുവായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് പഴയ ഗ്രഹങ്ങളുടെ ജീർണാവസ്ഥ, അതുപോലെ തന്നെ കുളങ്ങൾ, കിണറുകൾ എന്നിവയുടെ സ്ഥാനനിർണയത്തിന് ധാരാളമായിട്ട് ആളുകൾ സമീപിക്കാറുണ്ട്. സ്ഥാനനിർണയം കൂപശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഭൂമിയുടെ അടിയിൽ വളഞ്ഞു വളഞ്ഞാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ പോകുന്നത്. അവ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മൾ പരിശോധിച്ച് എങ്ങനെയാണ് ജലത്തിൻ്റെ ചാല് ഭൂമിക്കടിയിൽ പോകുന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷം അവിടെ കിണറിന് അല്ലെങ്കിൽ കുളത്തിന് സ്ഥാനനിർണ്ണയം നടത്തിയാൽ മാത്രമേ കൂടുതൽ ജലത്തിൻ്റെ ഉറവ ഉണ്ടാവുകയുള്ളൂ. രാവിലെ ഒരു 3000 ലിറ്റർ അല്ലെങ്കിൽ 2000 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അത്രയും വെള്ളം ഉണ്ടാവണമെങ്കിൽ ആ ജലസ്രോതസ്സിലായിരിക്കണം നമ്മളുടെ കിണർ കുഴിക്കേണ്ടത്. അതിന് വിഘാതമായിട്ട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ വെള്ളം രാവിലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞേ അത്രയും വെള്ളം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകൾ കണ്ടെത്തണമെങ്കിൽ നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്ത് തന്നെ ആ വിദ്യ സ്വായത്തമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കെട്ടിടങ്ങളുടെ വാസ്തുദോഷങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. കെട്ടിടത്തിന് മർമ്മദോഷം സംഭവിക്കുക, അതുമാതിരി അനാവശ്യ രീതിയിലുള്ള നിർമ്മാണങ്ങൾ നടത്തുക, വിദിക്കുകളായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അശുഭകരമായ പല പ്രവൃത്തികളും ഇങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവ കണ്ടെത്തി അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളത് സങ്കീർണത നിറഞ്ഞതാണ്. അത്തരം കാര്യങ്ങൾ വളരെയധികം സത്യസന്ധമായിട്ട് നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഒരു സേവന മനസ്ഥിതിയോട് കൂടിയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ഇനി വീട്ടിലെ കാര്യങ്ങളോട് വീട്ടുവിശേഷങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഞാൻ താമസിക്കുന്ന സ്ഥലം മഴുവന്നൂരാണ്. എനിക്ക് 2 ആൺകുട്ടികൾ ആണ് ഉള്ളത്. മൂത്തയാൾ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഗോദ്രേജ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകനെ വാസ്തുശാസ്ത്രം കുറേയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങൾ പഠിക്കുന്നതിന് താല്പര്യമുണ്ട്. പലപ്പോഴും എൻ്റെ കൂടെ വന്ന് പഠിക്കാറുണ്ട്. ഭാര്യ രമാദേവി കുടുംബിനിയാണ്. വാസ്തുശാസ്ത്രം സംബന്ധിച്ച നിരവധി കാര്യങ്ങൾ പങ്കുവച്ച ശ്രീ പീതാംബരൻ മഴുവന്നൂരിന് BBC യുടെ പേരിൽ നന്ദി. നമസ്കാരം.